ഖസാക്കിന്റെ ഇതിഹാസകാരൻ ഒ.വി. വിജയന്റെ ഓർമ്മ ദിനമാണിന്ന്. മലയാള സാഹിത്യത്തിലെ ആധുനികതയ്ക്ക് അടിത്തറ പാകിയ എഴുത്തുകാരനും കാർട്ടൂണിസ്റ്റും ചെറുകഥാകൃത്തും നോവലിസ്റ്റും പത്രപ്രവർത്തകനുമായിരുന്നു ഒ.വി. വിജയൻ. പരാശരൻ ഉണർന്നു, എത്രയുറങ്ങി അറിഞ്ഞില്ല. ബോധിസത്വന്റെ കണ്ണീരുപോലെ തന്റെ മേൽ മഴ പെയ്യുകയും വരളുകയും ചെയ്തിരുന്നു. ഖസാക്കിന്റെ ഇതിഹാസത്തിലൂടെ മലയാളി അതുവരെ ശീലിച്ചതിൽ നിന്ന് വേറിട്ടൊരു വായനാലോകം സമ്മാനിച്ചു ഒ.വി. വിജയൻ. തസ്രാക്കും പരിസരവും, രവിയും അള്ളാപ്പിച്ച മുല്ലാക്കയും നൈസാമലിയും മൈമൂനയും അപ്പുക്കിളിയുമെല്ലാം ഓരോ വായനക്കാരനെയും ഇന്നും വിടാതെ പിന്തുടരുന്നു. ചെറുകഥയിലൂടെ, നോവലിലൂടെ, ലേഖനത്തിലൂടെ, കാർട്ടൂണിലൂടെ ആ മൗനത്തിൽ പോലും സമാന്തര സഞ്ചാരം സാധ്യമായ വഴികളുണ്ട്. സോവിയറ്റ് യൂണിയന്റെ തകർച്ചയും അടിയന്തരാവസ്ഥയും മുതൽ വർത്തമാനകാല രാഷ്ട്രീയ അധികാര ഭരണകൂട ചലനങ്ങളെ ധർമ്മപുരാണം വിചാരണ ചെയ്യുന്നു. ധർമ്മപുരാണത്തിന്റെ ഭാഷ തിളയ്ക്കുന്ന ക്ഷോഭത്തിന്റേതാണ്, ഗുരുസാഗരത്തിന്റേതാകട്ടെ ശാന്തതയുടേതും. ഒ.വിയുടെ എഴുത്തുകളുടെയും വരയുടെയും ലോകം വിശാലമായിരുന്നു. തനിക്കെതിരെ ഉയർന്ന വിമർശനങ്ങളെപ്പോലും സ്നേഹത്തോടെയും സൗമ്യതയോടെയും നേരിട്ട കഥാകാരൻ. മധുരം ഗായതി, പ്രവാചകന്റെ വഴി, തലമുറകൾ, നോവലും കഥകളും ഓർമ്മക്കുറിപ്പുകളും വിവർത്തനങ്ങളുമായി എത്രയെത്ര രചനകൾ. പത്മഭൂഷൺ, കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം, മറ്റ് നിരവധി അംഗീകാരങ്ങൾ. മറക്കാനാകില്ല. ചിന്തകളുടെ ധാരാളിത്തമില്ലാതെ മനസ്സും ഹൃദയവും കൊണ്ട് ഒ.വി. വിജയൻ സംസാരിച്ചുകൊണ്ടേയിരിക്കും. റിസർച്ച് ഡെസ്ക് 24.